താരസംഘടനയായ അമ്മയിൽ മത്സര ചിത്രം വ്യക്തമായി. ദേവനും ശ്വേതാ മേനോനുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. ബാബുരാജ് മത്സര രംഗത്തു നിന്നും പിന്മാറിയ സാഹചര്യത്തിൽ കുക്കു പരമേശ്വരനും രവീന്ദ്രനുമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥികൾ. അതേസമയം ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഉമേഷ് തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. ശക്തമായ പോരാട്ടത്തിനാണ് താരസംഘടനയിൽ കളമൊരുങ്ങുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേവനും ശ്വേതാ മേനോനുമാണ് നേർക്കുനേർ ഏറ്റുമുട്ടാൻ പോകുന്നത്. ആദ്യഘട്ടത്തിൽ 7 പേർ വരെ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ജഗദീഷും ശ്വേതാ മേനോനും ജോയ് മാത്യുവും അടക്കം 7 പേരാണ് ആദ്യഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. എന്നാൽ ഇതിൽ ജോയ് മാത്യുവിൻ്റെ നാമനിർദ്ദേശ പത്രിക ആദ്യമേ തന്നെ തള്ളിയിരുന്നു. പിന്നീട് 6 പേർ അവശേഷിച്ചു. എന്നാൽ ഒരു വനിത പ്രസിഡന്റ് ആകട്ടെ എന്ന നിലപാടിലേക്ക് ജഗദീഷ് എത്തുകയും അങ്ങനെ അദ്ദേഹം തൻ്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയുമായിരുന്നു. ഇതിന് പിന്നാലെ അനൂപ് ചന്ദ്രനും രവീന്ദ്രനും ജയൻ ചേർത്തലയും ഒക്കെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. അതേസമയം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. എന്നാൽ ബാബുരാജും മത്സരരംഗത്ത് നിന്ന് ഇന്ന് പിന്മാറുന്നതായി അറിയിക്കുകയായിരുന്നു. ഇത് വലിയ ചർച്ചാ വിഷയമായി. ബാബുരാജിനെതിരെ നിരവധി ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരം കേസുകളുള്ളവരാരും ഈ മത്സരിക്കരുത് എന്നൊരു നിലപാട് സംഘടനയ്ക്കകത്ത് പലരും ഉന്നയിക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ബാബുരാജിൻ്റെ പിന്മാറ്റം. പക്ഷേ ബാബുരാജ് തൻ്റെ ഫേസ്ബുക്കിൽ പറഞ്ഞത് ആരെയും ഭയന്നിട്ടല്ല താൻ പിന്മാറുന്നത്, വിഴുപ്പലക്കലിന് താല്പര്യമില്ല എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. ഒപ്പം അദ്ദേഹം പറഞ്ഞത് അമ്മ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്നേക്കുമായി പിന്മാറുകയാണ് എന്നും ബാബുരാജ് ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. ഇതോടെ കുക്കു പരമേശ്വരനും രവീന്ദ്രനുമായിരിക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുക. നവ്യ നായർ ഉൾപ്പെടെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതോടെ ജയൻ ചേർത്തല, നാസർ ലത്തീഫ്, ലക്ഷ്മിപ്രിയ എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരരംഗത്തുണ്ടാവുക. അതേസമയം ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഉണ്ണി ശിവപാൽ, അനൂപ് ചന്ദ്രൻ എന്നിവരാണ് ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് 13 പേരാണ് മത്സരരംഗത്തുള്ളത്. ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അത് വ്യാഴാഴ്ച അവസാനിച്ചതോടെയാണ് ഈ മത്സരചിത്രം വ്യക്തമായിരിക്കുന്നത്. ഓഗസ്റ്റ് 15-നാണ് അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. ഇതിനിടെ നടൻ അനൂപ് ചന്ദ്രനെതിരെ യുവനടി അൻസിബ ഹസൻ ഇന്ന് മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകുകയുണ്ടായി. സ്ത്രീത്വത്തെ അപമാനിക്കുകയും വ്യക്തിഹത്യ ചെയ്തു എന്നുമൊക്കെയാണ് ആ പരാതിയിലുള്ളത്. അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അനൂപ് ചന്ദ്രൻ നടത്തിയ പരാമർശമാണ് ഈ പരാതിക്ക് ആധാരമായത്. എന്നാൽ അൻസിബയെ അപമാനിക്കുന്ന തരത്തിൽ താൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അനൂപ് ചന്ദ്രൻ്റെയും വിശദീകരണം.